പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീശുക ബ്രഹ്മർഷി മന്വന്തര വർണ്ണന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹേ ശ്രദ്ധാലുവായ പരീക്ഷിത് മഹാരാജാവേ, എല്ലാവിധ പാപവാസനകളെയും നശിപ്പിക്കുന്ന ഗജേന്ദ്ര മോക്ഷകഥ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി രൈവത മന്വന്തരത്തെ പറ്റി പറയാം. പ്രിയവ്രതൻ്റെ പുത്രനും താമസൻ്റെ അനുജനുമായ രൈവതനായിരുന്നു അഞ്ചാമത്തെ മനു. അർജുനൻ, ബലിവിന്ധ്യൻ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ. വിഭുവാണ് ആ മന്വന്തരത്തിലെ ഇന്ദ്രൻ. ഭൂതരയൻ മുതലായവർ ദേവന്മാർ. ഹിരണ്യരോമാവ്, വേദശിരസ്, ഊർധ്വബാഹു, ദേവബാഹു, സുധാമാവ്, പർജന്യൻ, മഹാമുനി എന്നിവരാണ് സപ്തർഷികൾ. ശുഭ്രന് വികുണ്ഠ എന്ന പത്നിയിൽ ഭഗവാൻ വൈകുണ്ഠൻ എന്ന പേരിൽ അവതരിച്ചു. ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായി വൈകുണ്ഠം എന്ന ലോകം നിർമ്മിച്ചു. ഭഗവാൻ മറ്റെല്ലാ ലോകരും നമസ്കരിക്കുന്നതും സർവശ്രേഷ്ഠവുമാണ് വൈകുണ്ഠലോകം. വൈകുണ്ഠൻ്റെ ഗുണങ്ങളും മാഹാത്മ്യങ്ങളും ഇതിനു മുൻപ് ചുരുക്കി പറഞ്ഞിരുന്നു. മുഴുവൻ വർണ്ണിക്കുക എന്നത് ഭൂമിയിലെ മൺതരികൾ എണ്ണുന്നത് പോലെയാവും. പരീക്ഷത്ത് ചോദിക്കുകയാണ്, ഭഗവാൻ പാലാഴിയെ കടഞ്ഞത് എന്തിനാണ്? കൂർമ്മസ്വരൂപ രൂപത്തിൽ വന്ന് പർവ്വതം തൻ്റെ പുറത്തു താങ്ങി നിർത്തിയത് എന്തിനാണ്? ദേവന്മാർക്ക് എങ്ങനെയാണ് അമൃത് കിട്ടിയത്? പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് മറ്റെന്തെല്ലാമാണ് ഉണ്ടായത്? എന്നിങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ കേട്ട സമയത്താണ് അമൃതമഥനം എന്ന കഥ വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. പരീക്ഷത്തിൻ്റെ ചോദ്യത്തെ മാനിച്ചുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാന്റെ അനന്തവീര്യങ്ങളെ വർണ്ണിക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ദേവന്മാരൊക്കെ പരാജയപ്പെട്ടു. പലരും മരിച്ചുപോയി. മരിച്ചവർ പിന്നെ ജീവിച്ച് എഴുന്നേറ്റില്ല. സ്വതേ ദേവന്മാർ മരണമില്ലാത്തവരാണ്. അവർക്കും മരണം സംഭവിച്ചു. അതിന് കാരണം ദുർവാസാവ് മഹർഷിയുടെ ശാപമാണ്. ഒരിക്കൽ ഒരു വിദ്യാധര സ്ത്രീ കൽപ്പക വൃക്ഷപ്പൂമാല ദുർവാസാവ് മഹർഷിക്ക് ഉപഹാരമായിട്ട് സമർപ്പിച്ചു. അദ്ദേഹത്തിനെ തൻ്റെ ഒരു പ്രസാദം എന്ന നിലയ്ക്ക് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ മാലയെ ഐരാവതത്തിൻ്റെ ശിരസിൽ ചാർത്തി. മാലയുടെ സുഗന്ധത്താൽ ധാരാളം വണ്ടുകൾ വന്ന് ആനയുടെ മുഖത്തും കണ്ണുകളിലും പറന്ന് ശല്യം ഉണ്ടാക്കിയപ്പോഴാണ് ഐരാവതം മാലയെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്ത് നിലത്തിട്ട് ചവിട്ടി അരച്ചു. ഇത് കണ്ട് കോപിച്ച ദുർവാസാവ് ഇന്ദ്രനെയും ദേവന്മാരെയൊക്കെ ശപിച്ചു. ദേവന്മാരുടെ ഐശ്വര്യം മുഴുവനും പാലാഴിയിൽ പോയി മറയട്ടെ എന്നും അവർ ജരാനര ബാധിച്ച് വൃദ്ധരായി തീരട്ടെ എന്നൊക്കെയാണ് ശാപം. ആ ശാപത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഇന്ദ്രനും ദേവന്മാരും ജരാനരകൾ ബാധിച്ച് വൃദ്ധന്മാരായി തീർന്നു. 3 ലോകങ്ങളും ശ്രീ ഇല്ലാത്തവരായിട്ട് തീർന്നു. യാഗം മുതലായ സൽക്കർമ്മങ്ങൾ തീരെ ഇല്ലാതായി. ഇന്ദ്രൻ, വരുണൻ മുതലായ ദേവന്മാരൊക്കെ കുറേ ആലോചിച്ചിട്ടും ഇതിന് പ്രതിവിധിയൊന്നും കണ്ടെത്താനായില്ല. അങ്ങനെയാണ് ബ്രഹ്മസഭയിൽ ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം അറിയിച്ചു. ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി മുതലായ ദേവന്മാരെ ബലവും ശ്രീത്വവും നഷ്ടപ്പെട്ടവരായി കണ്ട ബ്രഹ്മദേവൻ ലോകത്തിൽ മുഴുവൻ അമംഗളങ്ങളും ബാധിച്ചതായി കണ്ട ബ്രഹ്മദേവൻ
അസുരന്മാർ പ്രബലന്മാരും ഐശ്വര്യ സമൃദ്ധന്മാരുമാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ പരമപുരുഷനായ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ബ്രഹ്മാവായ ഞാൻ, ശ്രീ പരമേശ്വരൻ, ദേവന്മാരായ നിങ്ങൾ, അസുരന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, ഈ പ്രാണികൾ എല്ലാം ഭഗവാന്റെ അംശത്തിൽ നിന്നും ഉണ്ടായവരാണ്. അതിനാൽ തന്നെ നമുക്ക് നാശരഹിതനായ ഭഗവാനെ ശരണം പ്രാപിക്കുക. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പ്രകാശത്തെ കൊണ്ടുവരിക എന്നതുപോലെ ദുഃഖങ്ങളിൽ നിന്ന് ആത്യന്തികമായ രക്ഷ നേടണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കാതെ വേറെ വഴിയില്ല. അങ്ങനെ ബ്രഹ്മാവ് വേണ്ടതുപോലെ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാന്റെ ആവിർഭാവം ദേവന്മാരുടെ ദേവന്മാർ ഈ ശാപഗ്രസ്തരായ സമയത്ത് അവരെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു കടമ തന്നെയാണ്. 1000 ആദിത്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്ന പ്രകാശത്തോടെ ഭഗവാൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, ഇനിയൊരു വഴിയേ ഉള്ളൂ, പാലാഴി മഥനം നടത്തണം. അതിന് നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൊഴുതു നിൽക്കുന്നവരോട് മേഘഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു: നിങ്ങളുടെ അഭീഷ്ടം സാധിപ്പിക്കാൻ കഴിവുള്ളവനാണെങ്കിലും പാലാഴിമഥന ലീല കൊണ്ട് വിഹരിക്കാൻ ആഗ്രഹിച്ച ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു: ബ്രഹ്മാവേ, പരമേശ്വര, ദേവന്മാരെ, നിങ്ങൾക്ക് ശ്രേയസ്കരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇപ്പോൾ കാലം അസുരന്മാർക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതുവരെ നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്യണം. കാര്യം സാധിക്കാൻ വേണ്ടി ചിലപ്പോൾ കാര്യം നടക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ചിലപ്പോൾ കഴുതയുടെ കാലം പിടിക്കേണ്ടി വരും, ശത്രുക്കളുമായി സന്ധി ചെയ്യേണ്ടി വരും. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പഴയ വിരോധം തുടരുകയും ചെയ്യാം. അസുരന്മാരുടെ സഹായത്തോടെ നിങ്ങൾ അമൃത് ഉൽപ്പാദിപ്പിക്കാനായി ശ്രമിക്കുകയാണ് വേണ്ടത്. അമൃത് പാനം ചെയ്താൽ മരണമെടുത്ത ജീവൻ പോലും അമരനായിത്തീരും. വള്ളികളും പുൽക്കൊടികളും ഓഷധികളും പാലാഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ജാമ്പവാനെ ഏർപ്പാടാക്കാം. മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി എൻ്റെ സഹായത്തോടെ പാലാഴി കടയണം. അസുരന്മാർക്ക് പാലാഴി കടയാനുള്ള ബുദ്ധിമുട്ട് മാത്രമായിരിക്കും പ്രതിഫലം. അതായത് അവർക്ക് അമൃത് കിട്ടില്ല എന്നർത്ഥം. അസുരന്മാർ പറയുന്നതിനെല്ലാം നിങ്ങൾ ആദ്യം സമ്മതിച്ചു കൊടുക്കുക. പലപ്പോഴും സാമവാക്യങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ക്രോധം കൊണ്ട് ഒരിക്കലും നേടാനാവില്ല. പാലാഴിയിൽ നിന്ന് കാളകൂട വിഷം പൊങ്ങിവരും, അത് കണ്ട് നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. പല പല ദിവ്യവസ്തുക്കളും പാലാഴിയിൽ നിന്ന് ഉയർന്നു വരും, അവയിൽ നിങ്ങൾക്ക് ആസക്തി തോന്നാനും പാടില്ല. ഇങ്ങനെ ദേവന്മാരോട് അരുളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്കും പരമശിവൻ കൈലാസത്തിലേക്കും പോയി. ഇന്ദ്രനും 4-5 ദേവന്മാരും കൂടി അസുരചക്രവർത്തിയായ മഹാബലിയുടെ രാജധാനിയിലേക്ക് ചെന്നു. ശത്രുക്കളായ ദേവന്മാർ ആയുധമൊന്നുമില്ലാതെ വരുന്നത് കണ്ടപ്പോൾ അസുരന്മാർ അവരെ കണ്ടപ്പോൾ വല്ലാതെ ക്ഷോഭിച്ച് വശായി. യുദ്ധത്തിൻ്റെയും സന്ധിയുടെയും സമയത്തെ അറിയുന്ന നല്ലവനായ മഹാബലി യുദ്ധത്തിനൊരുങ്ങിയ അസുരന്മാരെ തടുത്തു. എല്ലാവരെയും ജയിച്ച് സർവോത്കൃഷ്ടമായ ഐശ്വര്യത്തോടെ സ്വർണ്ണ സിംഹാസനത്തിലിരിക്കുന്ന മഹാബലിയെ ദേവന്മാർ നല്ല വാക്കുകളാൽ പുകഴ്ത്തിക്കൊണ്ട്
ഭഗവാൻ പറഞ്ഞ വാക്കുകളെ കേൾപ്പിച്ചു. പാലാഴി കടഞ്ഞാൽ അമൃത് കിട്ടുമെന്നും അത് പാനം ചെയ്താൽ ജരാനരകളും മരണവുമില്ലാത്തവരാവുമെന്നും നിങ്ങൾ അസുരന്മാർ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അമൃത് ഉൽപ്പാദിപ്പിക്കാമെന്നും ഇന്ദ്രൻ മഹാബലിയോട് പറഞ്ഞു. മഹാബലിക്ക് ശംബരൻ, അരിഷ്ടനേമി മുതലായ അസുരസേനാനികൾക്കും ഇന്ദ്രൻ്റെ അഭിപ്രായമൊക്കെ ഇഷ്ടപ്പെട്ടു. ദേവന്മാരും അസുരന്മാരും അങ്ങനെ സന്ധി ചെയ്തു. എല്ലാവരും കൂടിച്ചെന്ന് മന്ദർപർവ്വതം കുത്തിപ്പുഴക്കിയെടുത്ത് പാലാഴി തീരത്തേക്ക് പുറപ്പെടുമ്പോഴാണ് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ താഴേക്ക് വീണ് ദേവന്മാർക്ക് പരിക്കു പറ്റിയ സമയത്താണ് ഭഗവാൻ അവിടത്തേക്ക് എത്തിച്ചേർന്നു. ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി മന്ദരപർവ്വതം എടുത്ത് മരിച്ചുപോയവരെയൊക്കെ കാരുണ്യ കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ച് ഒറ്റ കൈ കൊണ്ട് നിഷ്പ്രയാസം പർവ്വതെടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ച് പാലാഴി തീരത്ത് ഇറക്കി കൊടുത്തു. പർവ്വതം സമുദ്രതീരത്തിൽ ഇറക്കിയ ശേഷം ഭഗവാന്റെ അനുജ്ഞ വാങ്ങി ഗരുഡൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണ് 6-ാമത്തെ അധ്യായം തീർന്നു. പിന്നീട് 7-ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ കൂർമാവതാരം ഒക്കെ. നാഗരാജാവായ വാസുകിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അമൃതിൽ ഒരംശം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതിനാൽ പാലാഴി മഥനത്തിന് ഞാൻ കയറായി തീരാമെന്ന് സമ്മതിച്ചു. മന്ദരപർവ്വതത്തെ കടകോലാക്കിയും വാസുകിയെ കയറാക്കിയും ദേവന്മാരും അസുരന്മാരും പാലാഴിയെ കടയാൻ ആരംഭിച്ചപ്പോഴാണ് വാസുകിയുടെ തല പിടിച്ച ഭഗവാന്റെ ആ പ്രവൃത്തി അസുരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വേദം പഠിച്ചവരും നിത്യേന വേദപാരായണം ചെയ്യുന്നവരും നല്ല കുലത്തിൽ ജനിച്ചവരും സൽക്കർമ്മങ്ങളെ കൊണ്ട് കീർത്തി സമ്പാദിച്ചവരുമാണ് അസുരന്മാർ. പാമ്പിൻ്റെ വാല് പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു. അസുരന്മാർ നിഷ്ക്രിയരായി നിന്നപ്പോഴാണ് ഭഗവാൻ പുഞ്ചിരിയോടെ വാസുകിയുടെ തലവിട്ട് ദേവന്മാരോടൊന്നിച്ച് വാൽ പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ അസുരന്മാർ തലയും ദേവന്മാർ വാലും പിടിച്ച് അത്യധ്വാനം ചെയ്ത് പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴെ അവലംബമില്ലാത്തതിനാൽ മന്ദരപർവ്വതം ദേവന്മാരും അസുരന്മാരും പിടിച്ചിട്ടും നിൽക്കാതെ സമുദ്രത്തിൽ താണുപോയി. ആർക്കും തടുക്കാൻ കഴിയാത്ത ഈശ്വരേച്ഛ കാരണം പൗരുഷം നഷ്ടപ്പെട്ട ദേവന്മാരും അസുരന്മാരും മുഖം വാടി വിഷണ്ണരായി തീർന്നു. പാലാഴി മഥനം ആരംഭിക്കുന്നതിന് മുൻപ് വിഘ്നേശ്വരനെ പൂജിക്കാത്തതുകൊണ്ടാണ് ഈ വിഘ്നം വന്നത് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഗണപതിയെ വേണ്ടതുപോലെ ആരാധിച്ച് സന്തോഷിപ്പിച്ചു. അതിനുശേഷം തൻ്റെ നേരിയ ഒരംശം കൊണ്ട് വളരെ വലുതായ ആമയുടെ സ്വരൂപം സ്വീകരിച്ചു. ക്ഷീരസാഗരത്തിൽ പ്രവേശിച്ച് പർവ്വതം തൻ്റെ പുറത്ത് ഉയർത്തിക്കൊണ്ടുവന്നു. പർവ്വതം ഉയർന്നു വന്നത് കണ്ടപ്പോഴാണ് സന്തോഷിച്ച ദേവന്മാരും അസുരന്മാരും വീണ്ടും മഥനം ഒക്കെ ആരംഭിച്ചു. കൂർമ്മസ്വരൂപിയായ ഭഗവാൻ ലക്ഷംയോജന വലിപ്പമുള്ള തൻ്റെ പുറത്ത് പർവ്വതത്തെ താങ്ങി നിന്നു. ദേവന്മാരും അസുരന്മാരും കൂടി വാസുകിയാകുന്ന കയറ് വലിച്ച് കടയുമ്പോൾ തൻ്റെ പുറത്ത് അതിവേഗത്തിൽ കിടന്നു തിരിയുന്ന പർവ്വതത്തിൻ്റെ ഭാരത്തെ പുറത്തു മെല്ലെ മെല്ലെ തടവിക്കൊടുക്കുന്നത് പോലെ ലാഘവ ബുദ്ധിയോടെയാണ് ഭഗവാൻ വിചാരിച്ചത്. ഇത് കണ്ട് സന്തോഷിച്ച ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവശ്രേഷ്ഠന്മാർ പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാനെ അഭിനന്ദിച്ചു. മന്ദരപർവ്വതത്തിൻ്റെ താഴെ രൂപത്തിലും മേലെ മറ്റൊരു രൂപത്തിലും അതിനെ താഴാതെയും പൊങ്ങാതെയും ധരിച്ചുകൊണ്ടും വാസുകിയിൽ അബോധ സ്വരൂപേണ പ്രവേശിച്ചുകൊണ്ടും ഭഗവാൻ പാലാഴി മഥനം സുഗമമാക്കി തീർത്തു. അതോടെ സന്തുഷ്ടരായ ദേവന്മാരും അസുരന്മാരും ക്ഷോഭിച്ചുവശായ വലിയ മുതലകളോടുകൂടിയ സമുദ്രത്തെ കടഞ്ഞു. വാസുകിയുടെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ട വിഷജ്വാല കൊണ്ട് കാലകേയന്മാർ, ബലി, ഇല്വലൻ മുതലായ പ്രമാണികളുൾപ്പെടെ എല്ലാ അസുരന്മാരും വല്ലാതെ ദുഃഖിതരായിത്തീർന്നു. വിഷത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ദേവന്മാരും വിഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ്
പാലാഴിയിൽ നിന്ന് കുളിർകാറ്റു വീശി മഴ പെയ്തു. അതിനാൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും വിഷപീഡയൊക്കെ ശമിച്ചു. അവർ പിന്നെയും കടയാൻ ആരംഭിച്ചപ്പോഴാണ് ഭഗവാൻ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി വേറെ ഒരു അവതാരം സ്വീകരിച്ചു. അജിതൻ എന്ന പേരിൽ ഭഗവാൻ അവതാരം സ്വീകരിച്ചു. മറ്റൊരു മന്ദരപർവ്വതം എന്ന് തോന്നിപ്പോവും. ആ ഭഗവാൻ പിന്നീട് പാലാഴി മഥനം ആരംഭിച്ചപ്പോഴാണ് കാളകൂട വിഷം അതിൽ നിന്നും ആവിർഭവിച്ചു. അതിലൊരു തുള്ളി ഈ ഭൂമിയിൽ വീണാൽ ഈ 3 ലോകങ്ങളും ഒരു പിടി ഭസ്മമായി തീരും. ഇതറിഞ്ഞ ദേവന്മാരൊക്കെ മഹാദേവൻ്റെ അടുത്തേക്ക് പോവുകയും മഹാദേവനെ വേണ്ടതുപോലെ സ്തുതിക്കുകയും ചെയ്തു. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് സതീദേവിയോടുകൂടി മഹാദേവൻ പാലാഴിയിൽ ചെന്ന് കാളകൂട വിഷത്തെ തൻ്റെ തൃക്കൈയിലേക്ക് സ്വീകരിച്ച് അതങ്ങോട്ട് സേവിച്ചു. ഇത് കണ്ട സതീദേവി ഓടിച്ചെന്ന് മഹാദേവനെ അഭിനന്ദിച്ചു. പ്രഭാവജ്ഞ അന്വമോദത. മഹാദേവൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അറിയുന്ന ആ മഹാദേവി തൻ്റെ കുട്ടികളെ മുഴുവൻ രക്ഷിച്ചതിൽ സന്തോഷിച്ചു. പിന്നീട് ദേവന്മാർ വീണ്ടും പാലാഴി മഥനം തുടർന്നപ്പോഴാണ് കാമധേനു ഉണ്ടായി. കാമധേനു ഉണ്ടായ സമയത്ത് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹിക്കുന്നവർക്കൊന്നും കാമധേനുവിനെ കിട്ടിയില്ല. എന്നാൽ ആഗ്രഹിക്കാത്ത ഋഷീശ്വരന്മാർ അവരാണ് കാമധേനുവിനെ സ്വന്തമാക്കിയത്. കാരണം ഋഷീശ്വരന്മാരുടെ അടുത്താണ് കാമധേനു ഉള്ളതെങ്കിൽ അതുകൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാവും. എന്നാൽ സ്വാർത്ഥമതികളായവരുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാവില്ല. പിന്നീട് ഉച്ചൈശ്രവസ് എന്നൊരു കുതിരയുണ്ടായി. അതിൽ മഹാബലിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ മഹാബലിക്ക് കൊടുത്തു. പിന്നീടാണ് 4 കൊമ്പുകളോടും കൈലാസപർവ്വതം പോലെ വെളുത്ത നിറത്തോടും ഉയരത്തോടും കൂടി ഐരാവതം എന്ന ആന പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. അത് ഇന്ദ്രൻ്റെ വാഹനമായി തീർന്നു. പിന്നീട് കൗസ്തുഭം എന്ന പത്മരാഗരത്നം ഉയർന്നു വന്നു. അതിനെ ഭഗവാൻ തന്നെ സ്വീകരിച്ചു. ദേവലോകത്തിന് ഭൂഷണമായ പാരിജാത വൃക്ഷം ഉണ്ടായതിനു ശേഷം പരീക്ഷത്തെ അങ്ങയെപ്പോലെ ആശ്രയിക്കുന്നവരുടെ സർവാഭീഷ്ടങ്ങളും നൽകുന്നതാണ് ആ ദിവ്യവൃക്ഷം. മനോഹരമായ കടാക്ഷം, അലസഗമനം, പുഞ്ചിരി മുതലായ ഭാവാദികൾ കൊണ്ട് സ്വർഗവാസികളെ സന്തോഷിപ്പിക്കുന്ന അപ്സര സ്ത്രീകളാണ് പിന്നീട് ഉയർന്നു വന്നത്. പാരിജാതത്തെയും അപ്സര സ്ത്രീകളെയും സ്വർഗത്തിലേക്ക് അയച്ചു. പിന്നീട് ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനെ സർവാത്മന ആശ്രയിച്ചവളായ ശ്രീദേവിയാണ് ക്ഷീരസാഗരത്തിൽ നിന്ന് ഉയർന്നു വന്നത്. ലക്ഷ്മീദേവിയുടെ സൗന്ദര്യം, സ്വർണ്ണവർണ്ണം എന്നിവ കൊണ്ട് മനസ്സ് അപഹരിക്കപ്പെട്ടതിനാൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും കണ്ടവരെല്ലാം ദേവിയെ ആഗ്രഹിച്ചു. ഐശ്വര്യദേവതയിൽ ആർക്കാണ് ആഗ്രഹം തോന്നാതിരിക്കുക? ഇന്ദ്രൻ ദേവിക്കിരിക്കാനായി ഒരു സ്വർണ്ണ സിംഹാസനമൊക്കെ കൊണ്ടുവന്നു. ഗംഗാ, യമുന, സരസ്വതി മുതലായ നദികൾ സ്വരൂപം സ്വീകരിച്ച് അഭിഷേകത്തിനുള്ള ശുദ്ധജലം സ്വർണ്ണകലശങ്ങളിൽ കൊണ്ടുവന്നു. അഭിഷേക ജലത്തിൽ ഇടാൻ ആവശ്യമായിട്ടുള്ള സസ്യങ്ങൾ, ധാന്യങ്ങൾ എന്നിവയൊക്കെ ഭൂമിദേവി കൊണ്ടുവന്നു കൊടുത്തു. പഞ്ചഗവ്യങ്ങൾ പശുക്കൾ കൊണ്ടുവന്നു കൊടുത്തു. ചൈത്രം, വസന്തം എന്നീ ഋതുക്കളിലെ പുഷ്പങ്ങളെ വസന്ത ഋതു വന്നിട്ട് സമർപ്പിച്ചു. അഭിഷേക സമയത്ത് ഋഷികൾ ശ്രീസൂക്തം ജപിച്ചു. അഭിഷേകം കഴിഞ്ഞ് പട്ടുവസ്ത്രങ്ങളും ദിവ്യാഭരണങ്ങളും അണിഞ്ഞ ലക്ഷ്മീദേവി വണ്ടുകൾ പാറിപ്പറക്കുന്ന ഒരു താമരപ്പൂമാല കൈകളിൽ ധരിച്ചുകൊണ്ട് കുണ്ടലങ്ങൾ പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളോടും ലജ്ജയെ പ്രകാശിപ്പിക്കുന്ന പുഞ്ചിരിയോടും കൂടിയവളായി
ദേവന്മാരുടെയും അസുരന്മാരുടെയും മധ്യത്തിലൂടെ മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ ആരംഭിച്ചു. ഓരോ കാൽവെപ്പിലും ശബ്ദിക്കുന്ന കാൽത്തളകളോടുകൂടിയ ദേവി ഒരു സ്വർണ്ണലത പോലെ അങ്ങനെ ശോഭിച്ചു. യാതൊരുവിധ ദോഷവുമില്ലാത്തവനും സർവഗുണപൂർണനുമായ ഒരുവനെ ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ ഇവരുടെ ഇടയിൽ കണ്ടില്ല. ഒരാളുടെ മുൻപിൽ പോയി വലിയ തപസ്യൊക്കെയാണ്, പക്ഷേ അദ്ദേഹത്തിന് കോപത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരാളുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ നല്ല ജ്ഞാനമൊക്കെ ഉണ്ട്, വിഷയവിരക്തി തീരെയില്ല. ഒരാൾ മഹാനാണ്, പക്ഷേ ആഗ്രഹത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് എങ്കിൽ പോലും സ്വതന്ത്രനല്ല. മറ്റൊരാളുടെ അടുത്ത് പോയി വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിച്ചു, ധാർമ്മികനൊക്കെയാണ്, പക്ഷേ ജീവകാരുണ്യമില്ല. ഒരാൾ ത്യാഗിയാണ്, പക്ഷേ ആ ത്യാഗം മോക്ഷത്തിന് പ്രയോജനപ്പെട്ടില്ല. ഒരാൾ പരാക്രമശാലിയാണ്, ആ പരാക്രമം കാലം കൊണ്ട് നശിക്കുന്നതാണ്, അതുകൊണ്ട് അവരും വേണ്ട. 3 ഗുണങ്ങളോടും ചേർച്ചയില്ലാത്ത നിസ്സംഗരായ ചിലരുണ്ട്, പക്ഷേ അവരൊന്നും ഭർത്തൃപദവിക്ക് യോജിച്ചവരല്ല. ചിലർ ദീർഘായുഷ്മന്മാരാണ്, പക്ഷേ കയ്യിലിരിപ്പ് ശരിയല്ല. ചിലർ സൽസ്വഭാവികളാണ്, പക്ഷേ അല്പായുസുക്കളാണ്. ഈ വക ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരാളുണ്ട്, സാക്ഷാൽ കൈലാസപതിയായ മഹാദേവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എല്ലാവർക്കൊന്നും അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെ വിചാരം ചെയ്ത ലക്ഷ്മി ഭഗവതി സർവഗുണങ്ങളുടെ വിളനിലവും ആരെയും ആശ്രയിക്കാത്തവനും സർവസ്വതന്ത്രനും ഒന്നിലും താല്പര്യമില്ലാത്തവനും മോക്ഷസ്വരൂപനുമായ വിഷ്ണു ഭഗവാനെ തൻ്റെ നാഥനായി വരിച്ചു. ഭഗവാന്റെ കണ്ഠപ്രദേശത്തിൽ താമരമാലയണിയിച്ച് ലജ്ജയോടെ തലതാഴ്ത്തി നിന്നു. 3 ലോകങ്ങളുടെയും പിതാവായ ഭഗവാൻ ലോകജനനിയായ ദേവിക്ക് തൻ്റെ മാറിടത്തിൽ സ്ഥാനം നൽകി. ലക്ഷ്മി ഭഗവതി ത്രൈലോക്യവാസികളെയെല്ലാം തൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് ഐശ്വര്യസമ്പന്മാരാക്കി തീർത്തു. ദേവാനുചരന്മാർ ശംഖ്, പെരുമ്പറ മുതലായ വാദ്യങ്ങളൊക്കെ മുഴക്കി ആ ശബ്ദം എല്ലാ ദിക്കിലും വ്യാപിപ്പിച്ചു. ബ്രഹ്മാവ്, രുദ്രൻ, അങ്കിരസ് മുതലായ പ്രജാപതികളൊക്കെ പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ലക്ഷ്മി കടാക്ഷം ലഭിച്ചതിനാൽ ദേവന്മാരും പ്രജാപതികളും സൽഗുണ സമ്പന്നരായി തീർന്നു. അനന്തരം പാലാഴിയിൽ നിന്ന് മധ്യദേവതയായ വാരുണി സുന്ദരിയായൊരു കന്യകയുടെ രൂപത്തിൽ ഉയർന്നു വന്നു. ഭഗവാന്റെ അനുവാദത്തോടെ അവളെ അസുരന്മാർ സ്വീകരിക്കുന്നതും ദേവന്മാരും അസുരന്മാരും അമൃതനായി വീണ്ടും പാൽസമുദ്രത്തെ കടഞ്ഞപ്പോഴാണ് അല്പസമയം കഴിഞ്ഞു ക്ഷീരസാഗരത്തിൽ നിന്ന് അത്ഭുത സ്വരൂപിയായ പുരുഷൻ ഉയർന്നു വന്നു. നീണ്ടുരുണ്ടു തടിച്ച കൈകളോടും ശംഖുപോലെ സുന്ദരമായ കണ്ഠത്തോടും ചുവന്ന കണ്ണുകളോടും മഞ്ഞപ്പട്ടുടുത്തവനും വിസ്താരമായ മാറിടത്തോടു കൂടിയവനുമായ സിംഹ പരാക്രമിയുമായിരുന്ന ആ ദിവ്യപുരുഷൻ വിഷ്ണു ഭഗവാന്റെ അംശാവതാരമായ ധന്വന്തരിയായി അവിടെ എല്ലാവരുടെയും മുൻപിൽ ദർശനം കൊടുത്തു. ആയുർവേദത്തെ പ്രകാശിപ്പിക്കുന്നവനും യാഗത്തിൽ ഹവിർഭാഗത്തിന് അർഹനായിരുന്നവനുമായിരുന്നു. അമൃതകലശം കണ്ടതോടെ അസുരന്മാർ ധന്വന്തരിയുടെ കയ്യിൽ നിന്നത് തട്ടിപ്പറിച്ച് ഓടിപ്പോയി. എന്നാൽ അവർക്ക് നിരാശരാകേണ്ട കാര്യമില്ല, ഭഗവാൻ അവരുടെ ഒപ്പമുണ്ട്. ഞാനാണ് മുൻപ് അമൃത കഴിക്കേണ്ടവൻ, നീയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അസുരന്മാർ കലഹം ആരംഭിച്ചത്. ദേവന്മാരും പാലാഴിമഥനത്തിൽ നമ്മളെപ്പോലെ ബുദ്ധിമുട്ടിയവരല്ലേ, അവർക്കും അമൃതിലൊരു ഭാഗം കൊടുക്കുന്നതല്ലേ സനാതനധർമ്മം. ഇങ്ങനെ ചില അസുരന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രബലരായ ചിലർ അമൃത കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ചില ദുർബലന്മാർ അവരെ തടുത്തു. എല്ലാ ഉപായങ്ങളും അറിയുന്ന വിഷ്ണു ഭഗവാൻ ഈ സന്ദർഭത്തിൽ അത്യത്ഭുതകരമായൊരു സ്ത്രീ സ്വരൂപത്തെ സ്വീകരിക്കുകയും കണ്ടാലും മതിവരാത്ത സൗന്ദര്യം നിറഞ്ഞവളായ നീലത്താമര പോലെ ശോഭിക്കുന്ന മായാമോഹിനിയായി തീർന്നു. ലജ്ജയോടുകൂടിയ പുഞ്ചിരി, ആകർഷകമായ ഭ്രൂചലനം എന്നിവയാൽ അസുരന്മാരുടെ മനസ്സിൽ മന്മഥവികാരം ജനിപ്പിക്കുന്ന വിശ്വമോഹിനിയായി ഭഗവാൻ അവരുടെ സമീപത്തിലേക്ക് പുറപ്പെടുന്നതും അസുരന്മാർ സ്നേഹം മറന്നവരായി പരസ്പരം ശകാരിക്കുകയും
അമൃതകലശം തട്ടിപ്പറിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അകലെ നിന്ന് വരുന്ന അതിരൂപവതിയായ ആ യുവതിയെ കണ്ടു. എത്ര ആകർഷകമായ യൗവനം, ആശ്ചര്യം തന്നെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അസുരന്മാർ അവളുടെ സമീപത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്തു ചെയ്യാൻ പോകുന്നു? ആരുടെ മകളാണ്? നീ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ മഥിക്കുന്നുണ്ടല്ലോ. ദേവന്മാരും അസുരന്മാരും സിദ്ധന്മാരും ലോകപാലന്മാർക്കോ ഒന്നും കിട്ടാത്തവളാണ് നീ എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഞങ്ങൾക്ക് ഈ അമൃതിനെ ഒന്ന് വിഭജിച്ചു തരണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മായാമോഹിനിയായ ഭഗവാൻ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട്, ഹേ കശ്യപപുത്രന്മാരെ, എന്നെ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നു വേണ്ട. നിങ്ങളെങ്ങനെ വിശ്വസിക്കും? വിവേകികൾ ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കുക പതിവില്ല. അസുരശ്രേഷ്ഠന്മാരെ, പുതിയ പുതിയ പുരുഷന്മാരെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന എന്നെ പോലെയുള്ള സ്വൈരിണികളുടെ ഹൃദയം ചെന്നായ്ക്കളുടേതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. നീ വഞ്ചിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന ഭാവത്തോടെ മന്ദഹസിച്ചുകൊണ്ട് അമൃതകുംഭം മോഹിനിയെ ഏൽപ്പിക്കുന്നതും, അമൃതകുംഭം സ്വീകരിച്ച ഭഗവാൻ അവരോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് ശരിയായാലും തെറ്റായാലും നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഞാൻ അമൃത് വിളമ്പാം. എന്ത് ചെയ്യുന്നതും ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് അസുരന്മാർ പറഞ്ഞു. അനന്തരം അസുരന്മാരും ദേവന്മാരും അന്നത്തെ ദിവസം ഉപവാസമൊക്കെ അനുഷ്ഠിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് അഗ്നിയിൽ ഹോമിച്ച് ബ്രാഹ്മണർക്ക് പശുദാനം ചെയ്ത് അവർ അനുഗ്രഹിച്ചു. പുതിയ വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച് വിശാലമായ ഒരു ശാലയിൽ കിഴക്കോട്ട് തലയാക്കി ദർഭ വിരിച്ച് അതിൽ ദേവന്മാരും അസുരന്മാരും രണ്ടു വരിയായിരുന്നു. സുഗന്ധധൂമം പുകച്ച് പൂമാലകളെ കൊണ്ടും കുരുത്തോല കൊണ്ടും വിതാനം കൊണ്ടും അലങ്കരിച്ചതായ ആ ശാല വിലയേറിയ വസ്ത്രാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളായി അലസഗതിയോടുകൂടിയവളായി മോഹിനി അമൃതകുംഭവുമെടുത്ത് ആ ശാലയിലേക്ക് പ്രവേശിച്ചു. ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ ശബ്ദിക്കുന്ന കാൽച്ചിലമ്പുകളോടും സൗന്ദര്യസാര സർവസ്വമായ സ്വരൂപത്തോടും കൂടിയവളായ മോഹിനിയെ കണ്ട് ദേവന്മാരും അസുരന്മാരും മയങ്ങിപ്പോയി. അസുരന്മാർ സ്വതേ ദുഷ്ടന്മാരാണ്. അവർക്ക് അമൃത് കൊടുക്കുന്നത് സർപ്പങ്ങൾക്ക് പാൽ കൊടുക്കുന്നത് പോലെ ദോഷകരമാണ്. അതിനാൽ ഭഗവാൻ അസുരന്മാർക്ക് അമൃത് വിളമ്പിയില്ല. ദേവന്മാരെയും അസുരന്മാരെയും രണ്ട് പന്തികളാക്കി ഇരുത്തിയ ശേഷം മോഹിനി സമീപത്ത് ചെന്ന് അസുരന്മാരെ പുഞ്ചിരി, കടാക്ഷം ഇവയാൽ വശീകരിക്കുകയും ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. എന്തു ചെയ്താലും സഹിച്ചുകൊള്ളാമെന്ന പ്രതിജ്ഞയെ പാലിക്കുന്നവരായ അസുരന്മാർ മോഹിനി ദേവന്മാർക്ക് അമൃത് വിളമ്പുന്നതും തങ്ങൾക്ക് തരാതിരിക്കുന്നതും കണ്ടിട്ട് മിണ്ടാതിരുന്നു. മോഹിനിക്ക് അനിഷ്ടമായെങ്കിലോ എന്ന് കരുതിയും സ്ത്രീയോട് വഴക്കിന് പോകുന്നത് ലജ്ജാവഹമാണെന്ന വിചാരത്താലും അസുരന്മാർ മോഹിനിയുടെ പ്രവൃത്തിയെ സഹിച്ചു. സുർഭാനു എന്ന അസുരൻ ഒരു ദേവൻ്റെ വേഷം സ്വീകരിച്ച് ദേവന്മാരുടെ പന്തിയിൽ ചെന്നിരുന്ന് അമൃതപാനം ചെയ്തു. അയാൾ അസുരനാണെന്ന് സൂര്യനും ചന്ദ്രനും ഭഗവാന് കാണിച്ചു കൊടുക്കുന്നതും മോഹിനി സ്വരൂപിയായ ഭഗവാൻ ഉടനെ ചക്രായുധം കൊണ്ട് അവൻ്റെ തല മുറിച്ചു വീഴ്ത്തുന്നതും അമൃതപാനം ചെയ്തതിനാൽ അവൻ്റെ ശിരസ് മരണമില്ലാത്തതായിത്തീരുന്നതും ഭഗവാൻ ആ ശിരസ്സിനെ നവഗ്രഹങ്ങളിൽ ഒന്നാക്കി രാഹു എന്ന് പേരിട്ടു. തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിരോധത്താൽ രാഹു ചന്ദ്രനെയും സൂര്യനെയും വാവു ദിവസം വിഴുങ്ങാൻ പാഞ്ഞു ചെല്ലാറുണ്ട്. ആ സമയത്തെയാണ് ഗ്രഹണം എന്ന് പറയുന്നതും. ദേവന്മാർ അമൃത് പാനം ചെയ്ത് കഴിഞ്ഞതോടെ മോഹിനി വിഷ്ണു സ്വരൂപം സ്വീകരിച്ച് ഗരുഡൻ്റെ പുറത്ത് കയറി പോവുകയും ചെയ്തു. പാലാഴി മഥനത്തിൽ ദേവന്മാരും അസുരന്മാരും തുല്യ നിലയിലാണ് ബുദ്ധിമുട്ടിയത്. പക്ഷേ അമൃത് ദേവന്മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ, അസുരന്മാർക്ക് കിട്ടിയില്ല. ഭഗവാനെ ആശ്രയിച്ചതിനാലാണ് ദേവന്മാർക്ക് നഷ്ടപ്പെട്ട അമൃത് വീണ്ടും കിട്ടിയത്. ഭഗവാനെ ആശ്രയിക്കാത്തതിനാലാണ് അസുരന്മാർക്ക് കയ്യിൽ കിട്ടിയിട്ടും അമൃത് അനുഭവിക്കാൻ തരപ്പെടാത്തത്. ശരീരാഭിമാനത്തോടെ സ്വാർത്ഥലാഭത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലങ്ങളാണ്. എന്നാൽ അവ ഫലകാംക്ഷ കൂടാതെ
ഈശ്വരപ്രീതിക്കായി അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കർമ്മയോഗമായി തീർന്ന് സഫലമാവുകയും ചെയ്യും എന്നതാണ് നമുക്ക് പാലാഴി മഥനത്തിൽ നിന്നും പഠിക്കേണ്ടുന്ന പാഠം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.